ഹായ് ഹലോ വെൽക്കം ബാക്ക്. കുറച്ച് നാളായി, കുറച്ച് ഡിസ്റ്റൻസ് ആയി പോയി വീഡിയോ ഇടുന്നത്. ഏകദേശം 10 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. സോറി, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് അന്നത്തെ നമ്മുടെ കണ്ടന്റ് പേരൊരു വണ്ടിയെ പറ്റി റിവ്യൂ ഒന്നുമല്ല. എൻ്റെ സ്വന്തം വണ്ടി, അതായത് ഞങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടിയുടെ ബ്രാൻഡിനെ പറ്റിയും അല്ലെങ്കിൽ വണ്ടിയെ പറ്റിയും. വൈ ടു ചൂസ് എ ടാറ്റ കാർ ഓർ വൈ നോട്ട് ടു ചൂസ് എ ടാറ്റ കാർ. എന്തൊക്കെ ഉദ്ദേശം നമ്മൾ ടാറ്റ കാർ എടുക്കണം, എന്തൊക്കെ ഉദ്ദേശം നമ്മൾ ടാറ്റ കാർ നോക്കി പോലും ചെയ്തോടാം. അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ ഈ ടാറ്റ നെക്സോണിലേക്ക് വരാനുള്ളൊരു കാരണം പറയാം. വണ്ടി എടുക്കുന്നൊരു പ്ലാൻ വന്നപ്പോഴേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡീസൽ വണ്ടി മതിയെന്ന്. കാരണം ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡീസൽ വണ്ടിയാണ്. കാരണം ഇത് തരുന്ന ഒരു പവർ അല്ലെങ്കിൽ ആ തരുന്ന ആ ഒരു ടോർക്ക് ഒന്നും ഒരിക്കലും പെട്രോൾ വണ്ടി നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഡീസൽ വണ്ടിയാണ്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഡീസൽ വണ്ടി മതി എന്നൊരു തീരുമാനം വന്നത്. പിന്നെ ഒരു SUV വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതിന് കമ്പയർ ആയിട്ട് വരുന്ന വണ്ടികളും അതുപോലെ ഞങ്ങൾ കൺസിഡർ ചെയ്യാൻ വെച്ചിരുന്ന വണ്ടികളും ഏതാ നമ്മുടെ കിയ സോണറ്റ് ഡീസൽ, അതുപോലെ ഹ്യുണ്ടായി വെന്യൂ ഡീസൽ. കാരണം ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഡീസൽ വണ്ടിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ. ഒരു 13 to 14 lakhs ആണ് മാക്സിമം നമ്മുടെ എമൗണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് ഈ ഒരു 3-4 വണ്ടികളാണ് മെയിനായിട്ട് വരുന്നത്. അതിൽ നിന്ന് ഈ നെക്സോണിലോട്ട് വരാൻ കാരണം ഞാൻ ആക്ച്വലി ഞങ്ങൾ ഒരു ഹ്യുണ്ടായി യൂസർ കൂടെയാണ്. ഞങ്ങൾക്കൊരു i10 ഉണ്ട്, 2012 മോഡൽ കാപ്പ എഞ്ചിൻ വരുന്ന i10 വണ്ടി. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇഷ്ടംപോലെ അടിപൊളി വണ്ടിയാണ്. ഇപ്പോഴും മൈലേജ് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ 1.2 ആയതുകൊണ്ട് തന്നെ മൈലേജ് എന്ന് പറഞ്ഞ സാധനമില്ല. ഒരു 10-11 എങ്ങനെ ഓടിച്ചാലും കിട്ടുന്നത്. അതൊഴിച്ച് വണ്ടി അടിപൊളിയാണ്. സോ പിന്നെ സേഫ്റ്റിയുടെ കാര്യമൊന്നും വല്ലതും പറയാതിരിക്കുന്നതല്ലത്. പക്ഷെ ബാക്കി എല്ലാ കാര്യമുണ്ട്. എഞ്ചിന്റെ പെർഫോമൻസ് ആയാലും ആ റൈഡിങ് കംഫോർട്ട് ആയാലും നമ്മുടെ യാത്രാ സുഖമായാലും എല്ലാം പക്കയാ. അതുകൊണ്ട് ഹ്യുണ്ടായുടെ വണ്ടിയുടെ താല്പര്യമുണ്ട്. ദെൻ പിന്നെ ടാറ്റയിലേക്ക് വന്നപ്പം ഒരു ഇന്ത്യൻ ബ്രാൻഡ്, മെയിൻലി കാര്യം അതാണ് കേട്ടോ, ഇന്ത്യൻ ബ്രാൻഡ്. പിന്നെ വലിയ ഓവർ പ്രൈസ്ഡ് അല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഭയങ്കര പ്രൈസ് ഒന്നും ടാറ്റ മേടിക്കുന്നില്ല, പ്രത്യേകിച്ച് ഞാൻ സെലക്ട് ചെയ്ത് ഈ വണ്ടിക്കകത്ത്. അപ്പോൾ അതും ഒരു കാരണം എടുക്കാം. അപ്പോൾ മെയിനായിട്ട് ഈ 2 കാരണമാണ് ടാറ്റയിലേക്ക് വരാനുള്ള കാരണം. പിന്നെ മറ്റേതിലേക്ക് പോയപ്പം നമ്മുടെ ഹ്യുണ്ടായി വെന്യൂ അതുപോലെ കിയ സോണറ്റ് ഇതിൻ്റെയൊക്കെ ഡീസൽ വേരിയന്റിലേക്ക് പോയപ്പം അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വേണ്ടുന്ന വേരിയന്റ് വേണമെങ്കിൽ ഏകദേശം 13.5 വേണമായിരുന്നു നമ്മുടെ സോണറ്റ് എടുക്കണമെങ്കിൽ ഡീസൽ ബേസ് മോഡൽ ആയപ്പോലും. സോറി, ബേസ് മോഡൽ എന്ന് വെച്ചാൽ നമ്മുടെ പവർ വിൻഡോ ഒന്നും വരാത്ത മോഡലാണ്. അതെനിക്ക് താല്പര്യമില്ലായിരുന്നു. അതൊന്ന് അറ്റ്ലീസ്റ്റ് 4 പവർ വിൻഡോ എങ്കിലും വേണ്ടേ. സോ ആ ഒരു പ്രൈസ് റേഞ്ച് എത്ര വരുന്നുണ്ട് സോണറ്റ് വേണ്ടെന്ന് വെച്ചാൽ. അതുപോലെ തന്നെ വെന്യൂ ബേസ് മോഡൽ വരുമ്പോഴത്തേക്ക് ഏകദേശം 12.5 ഓൺ റോഡ് വരും. അതിൽ ഈ പറഞ്ഞ DRലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ നോക്കിയപ്പോൾ ഈ വണ്ടി ഇത് 3rd വേരിയന്റ് ആണെന്ന് തോന്നുന്നത്. അതായത് സ്മാർട്ട് പ്ലസ് എന്നുള്ള വേരിയന്റാ, സ്മാർട്ട് പ്ലസ് ഡീസൽ. ഇതിന് ഓൺ റോഡ്, അതായത് ആ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ചെയ്തിട്ട് വാറന്റി എല്ലാം ചേർത്ത് എനിക്ക് 12 ലക്ഷം രൂപ ആയിട്ടുള്ളൂ ഓൺ റോഡ്. ഞങ്ങൾക്ക് ഈ വണ്ടി എടുത്തപ്പോൾ 12 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. സോ പ്രൈസ് അതുപോലെ തന്നെ ബ്രാൻഡ്, ഇത് രണ്ടും ഒരു ഘടകമായിട്ട് ഞങ്ങൾ എടുത്തു. അതാണ് ടാറ്റയിലേക്ക് വരാനുള്ളൊരു കാരണം. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ഓടിച്ചപ്പോഴും ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ടോർക്ക് വേണമെന്നുള്ള, നല്ല ടോർക്കുള്ളൊരു വണ്ടി വേണം, നല്ല എഞ്ചിൻ പവറുള്ള വണ്ടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓടിച്ചപ്പോഴേക്ക് വണ്ടി അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഇതൊക്കെയാ നെക്സോണിലേക്ക് വരാൻ അല്ലെങ്കിൽ ടാറ്റ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. ഇത് മെറിറ്റായിട്ട് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇതാണ്. പിന്നെ ഹ്യുണ്ടായി ഒന്നും ഒട്ടും മോശമൊന്നുമല്ല. അതുപോലെ ഹ്യുണ്ടായി അല്ലെങ്കിൽ കിയ വണ്ടിയിൽ തരുന്ന അത്ര റിഫൈൻമെന്റ് ഈ വണ്ടി തരുന്നോ, എഞ്ചിൻ റിഫൈൻമെന്റ് ആണ്. ആ ഒരു സ്മൂത്ത്നെസ് ഈ വണ്ടി തരുന്നോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി ഡൗട്ട് ഉണ്ട്. അത് നോക്കാം. ഇനി ഞാനിപ്പോൾ 9,000 കിലോമീറ്റർ, ഏകദേശം 4 മാസം കൊണ്ട് 9,000 കിലോമീറ്റർ 9,000 കിലോമീറ്റേഴ്സ് വണ്ടി ഓടിയിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ ഒരു യൂസർ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ വണ്ടി അത്യാവശ്യം സ്ട്രോങ്. ടാറ്റയുടെ വണ്ടിയുടെ സേഫ്റ്റിയെ പറ്റി എടുത്തെടുത്ത് പറയണ്ടല്ലോ. അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള വണ്ടിയാണ്. പവറും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ടോർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല പവർ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് 3 മോഡ് അവൈലബിൾ ആണ്. ഡ്രൈവ് മോഡ്, എന്താ ചെയ്യാ, അത് 3 മോഡ് അവൈലബിൾ ആണ്. അതായത് എക്കോ, സിറ്റി, സ്പോർട്സ്. അപ്പൊ 3 മോഡാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന എക്കോ മോഡ്
നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത്ര വലിയ പവർ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എന്താ പറയാ, നെക്സോണിനകത്ത് ഇറങ്ങിയ സ്വിഫ്റ്റ് ഡീസൽ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് തരത്തുള്ളൂ. കുഴപ്പമില്ലെന്ന് പറയാം. ആണല്ലേ, അത്യാവശ്യം ഒരു പവർ. പിന്നെ അതിനുശേഷം സിറ്റി മോഡുണ്ട്. സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. അത് ആക്ച്വലി സിറ്റീസിന് വേണ്ടി മെയ്ഡ് ചെയ്തൊരു മോഡാന്ന് വേണമെങ്കിൽ പറയാം. അതൊരു നോർമൽ മോഡ് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അതുപോലെ ഒരു നോർമൽ എക്കോ എന്ന് വെച്ചാൽ തീരെ പവർ കുറവെന്ന് വേണമെങ്കിൽ പറയാം. സ്പോർട്സ് അത്യാവശ്യം നല്ല പവർ നടുക്കിക്കുന്ന ഒരു മോഡാണ് സിറ്റി മോഡ്. സോ ഒരു നോർമൽ മോഡ് നമുക്ക് പറയാൻ സാധിക്കും. അത്യാവശ്യം പവർ കണ്ടോ, ചെറിയൊരു കുതിപ്പൊക്കെ തരുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് സ്പോർട്സ് മോഡ് ഒന്ന് ഇട്ടുവാക്കാം. സ്പോർട്സ് മോഡ് ഇട്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അറിയാൻ വയ്യ. ജസ്റ്റ് ഒന്ന് കാര്യം എടുത്തതേ ഉള്ളൂ. വണ്ടി നമ്പർ മാറി എഴുതി കാണിക്കത്തില്ലേ, അത് കണക്കാണ് സ്പീഡ് കയറി പോകുന്നത്. അത്യാവശ്യം നല്ല നല്ല പെർഫോമൻസ് വണ്ടി തരുന്നുണ്ട്. ഗിയറൊന്നും വേണം. 4ാമത്തെ ഗിയറിൽ ചുമ്മാ ഞാൻ 4ാമത്തെ ഗിയറിൽ ഇപ്പോൾ 55 ആണ് കാണിക്കുന്നത്. ചുമ്മാ ജസ്റ്റ് ഒന്ന് കാര്യം എടുത്താൽ മതി. അല്ല വളവും അത്യാവശ്യം പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ കാര്യം എടുക്കുന്നില്ല. എങ്കിലും നാണ്ട ചുമ്മാ 80 ഒക്കെ ലിമിറ്റ് അടിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല പെർഫോമൻസ് കൊണ്ട് വരുന്നുണ്ട്. പിന്നെ മൈലേജിന് വേണ്ടിയാണെങ്കിൽ കുറച്ച് പറഞ്ഞാൽ എക്കോ മോഡാണ് നല്ലത്. എക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്. ആണോ, ചേച്ചി വിളിച്ച് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏത് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനൊക്കെ. ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ഇതുവരെ വണ്ടി തിരിച്ചില്ല. ഓ, ഇതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ. അപ്പോൾ എക്കോ മോഡ് യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഫ്യൂൽ എക്കോണമി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണെങ്കിൽ എക്കോ മോഡ് യൂസ് ചെയ്ത് അത്യാവശ്യം ഒരു 70-80 ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ ഗിയറൊക്കെ മാറി പോവുകയാണെങ്കിൽ ഒരു 18 to 19 km/h 18 to 19 km/L മൈലേജ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ഒരു 18-20 കിട്ടുന്നുണ്ട്. സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കാലെടുത്ത് പോകണമെങ്കിൽ ഒരു 14 കൂട്ടിയാൽ മതി കേട്ടോ. അതെന്ന് വെച്ചാൽ അത് നമുക്ക് നിരാശപ്പെടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതുപോലുള്ള ടോർക്ക് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതൊരു കുറഞ്ഞ മൈലേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 12-14 സ്പോർട്സ് മോഡിൽ. എക്കോ മോഡലാണെങ്കിൽ ഒരു 18-20 നമുക്ക് പ്രതീക്ഷിക്കാം, നല്ല റോഡൊക്കെ ആണെങ്കിൽ. പിന്നെ ഈ വണ്ടി പയ്യപ്പാൻ കൊള്ളത്തില്ല. പയ്യപ്പാന്ന് വെച്ചപ്പോൾ ഒരു 50-60 കൊച്ചു റോഡിൽ, സിറ്റി റോഡിലൊക്കെ നോക്കുമ്പോൾ ഒരു ഇപ്പൊ എടുത്ത് കാല് കൊടുക്കുമ്പോൾ വണ്ടിക്ക് ഒരു ചാടകമൊക്കെ ഉണ്ട്, ഒരു ഇടിയൊക്കെ ഉണ്ട്. നല്ല വലിയ വണ്ടിയൊക്കെ ഓടിക്കണമെങ്കിൽ. പക്ഷേ ഹ്യുണ്ടായിക്കോ ഇതിനൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പ്രശ്നമാണോ, ചിലപ്പോൾ ഇത്രയും ടോർക്ക് ഉണ്ടായോണ്ടായിരിക്കും എന്നാ നമ്മുടെ ഷോറൂമിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞേ. അപ്പോൾ അത് അത്ര ഒരു റൈഡിങ് കംഫർട്ട് നമ്മൾ ഈ ലോക്കൽ ഓട്ടത്തിൽ കിട്ടത്തില്ല. പക്ഷേ അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ, വളവ് തിരിവൊക്കെ വരും, അത്യാവശ്യം നല്ല റോഡാണെങ്കിൽ, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 70+ ആണ്, അല്ലെങ്കിൽ 60+ ആ സ്പീഡെങ്കിലും നല്ല കംഫർട്ടായിട്ടുണ്ടോ എന്നുവെച്ചാൽ അറിയത്തില്ല വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 5 പേരൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ ചലിക്കത്തില്ല വണ്ടി അതുപോലെ. കാരണം അത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. നല്ലൊരു കട്ടറിൽ വീണതൊന്നും പെട്ടെന്ന് അറിയത്തില്ല. സ്റ്റിയറിംഗിനും നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല സ്മൂത്ത് ആണ്. ഇതിന്റെ ഡിസൈൻ എലമെന്റും പണ്ടത്തെ ആ രീതി പഴയ നെക്സോണിന്റെ സ്റ്റിയറിംഗ് ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇതിന്റെ എന്താ പറയുക, 3rd ബേസ് വേരിയന്റ് ആയിട്ട് പോലും ഈ ഒരു ഇലിമിനേഷനൊക്കെ കൊടുത്ത് നല്ല സ്റ്റിയറിംഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ടാറ്റ വണ്ടിയിൽ ടിയാഗോയ്ക്ക് പോലും, ഇപ്പം ലേറ്റസ്റ്റ് ഇറങ്ങിയ ടിയാഗോയ്ക്ക് പോലും ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബോട്ടം കാര്യങ്ങളെല്ലാം കൊടുത്ത് സൂപ്പറായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞല്ലോ, ടാറ്റ എടുത്ത് എന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡാണ്, നല്ല സേഫ്റ്റി വരുന്ന ബ്രാൻഡാണ്, വലിയ ഓവർ പ്രൈസർ അല്ല. ഇപ്പം നെക്സോണിലേക്ക് വരുവാണെങ്കിലും ഇതൊക്കെ ഓക്കെയാണ്. അതിന്റെ കൂടെ തന്നെ അത്യാവശ്യം പവർ ഉണ്ട്. ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട്, അത്യാവശ്യം മൈലേജും തരുന്നുണ്ട്. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് കുറച്ചുണ്ട്. അതിൽ ഒന്നാമത്തെ നെഗറ്റീവ് എനിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിക്കും തോന്നിയ നെഗറ്റീവ്, ഈ വണ്ടി സ്പോർട്സ് മോഡലായാലും ഏത് മോഡലായാലും, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. കേൾക്കാനൊരു ത്രില്ലൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി കുഴപ്പമില്ല, ഇഷ്ടമാണ്. കാലെടുത്തൊക്കെ പോകുമ്പോൾ ഒരു ഫണ്ണ് ഉപയോഗിച്ചാൽ പോകാം. പക്ഷേ ഈ എൻജിൻ സൗണ്ട് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഡീസൽ വണ്ടിയാണ്, ഡീസൽ വണ്ടിക്ക് പൊതുവേ എൻജിൻ സൗണ്ട് ഉണ്ട്. ബട്ട് ഇതിന് കുറച്ച് എന്താ പറയുക, കുറച്ച് കൂടുതലാണെങ്കിലേ ഉള്ളൂ. കുറച്ച് എൻജിൻ സൗണ്ട് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതൊരു ചെറിയൊരു നെഗറ്റീവായിട്ട് നമുക്ക് പറഞ്ഞേ പറ്റൂ, ആ ഒരു നെഗറ്റീവ്. പിന്നെ അതുപോലെ ടാറ്റ ഇല്ലേ, ടാറ്റ ഞാൻ സേഫ്റ്റി മാത്രം തരത്തുള്ളൂ, വേറെ തരത്തിലെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിറ്റ് ആൻഡ് ഫിനിഷിന്റെ കാര്യത്തിൽ മെയിൻലി നെക്സോൺ. എനിക്കിനി ബാക്കി വണ്ടിയുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാൻ വയ്യ. എങ്കിലും ഒരു ഞാൻ ചോദിക്കുന്നവരെല്ലാം ആ ഒരു പോരായ്മ പറയുന്നുണ്ട്, അത്ര നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് വണ്ടി തരുന്നില്ല. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിലുള്ളവരെല്ലാവരും ടാറ്റ വണ്ടി എടുക്കാൻ മടിക്കുന്ന ഒരു കാര്യമാണ് സർവീസ്. എനിക്ക് ആക്ച്വലി ഇതിന്റെ 2 സർവീസേ കഴിഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 4 to 5 months ആവുന്നുള്ള വണ്ടി എടുത്തിട്ട് 9,000 kilometers ഓടി.
ഫസ്റ്റ് ഫ്രീ സർവീസും അതുപോലെ സെക്കൻഡ് ഫ്രീ സർവീസും കഴിഞ്ഞ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയ നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല, വലിയ മോശമൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഇന്ന് പേയ്മെന്റ് ഒന്നും വലുതായിട്ട് ആയില്ല. ഇനിയിപ്പോ പേയ്മെന്റ് വരുന്ന ഒരു സർവീസ് വരുന്നുണ്ട്, തേർഡ് സർവീസ്. അതായത് എഞ്ചിൻ ഓയിലൊക്കെ മാറേണ്ടത് അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ 15,000 കിലോമീറ്റർ മാറി അറിയുന്ന. പക്ഷെ ഞാൻ അതിന് മുമ്പ് കൊണ്ട് മാറുന്നത് കാരണം വണ്ടിക്ക് നല്ലത് അതാണ്. സോ സർവീസിന്റെ കാര്യമൊക്കെ കറക്റ്റ് ആയിട്ട് ഒത്തിരി പേര് നെഗറ്റീവ്. കാരണം നമ്മുടെ റിലേറ്റീവ് ഉണ്ട്, പുള്ളിക്ക് ടാറ്റ പഞ്ച് അവർക്ക് എടുത്തപ്പോൾ 2 വർഷമായി. അവരെടുത്ത് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഈ പണ്ടാരം വണ്ടി എന്ന് പറയാൻ കാരണം വണ്ടി കൊള്ളാത്തതല്ല, വണ്ടിയിൽ അവർ സാറ്റിസ്ഫൈഡാ. അവർ കൊടുത്ത വിലക്കനുസരിച്ച് അത്യാവശ്യം നല്ല വണ്ടിയാണ് അവർ കിട്ടിയേക്കുന്നത്. പക്ഷേ സർവീസ് കോസ്റ്റ് എന്ന പേരിലും സർവീസിന്റെ പേരിലും അവർ അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നതാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അത് ആരൊക്കെയാണെന്ന് അത് അവരുടെ ഒരു അവർക്ക് നേരിട്ട് പറയാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ടും ഞാൻ ടാറ്റയുടെ വണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടും അവരെന്നോട് പറഞ്ഞേ ഉള്ളൂ. അത് അവരുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞത്. അവരെവിടെ സർവീസ് ചെയ്യുന്നതിന് കറക്റ്റായിട്ട് എനിക്ക് അറിയാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ വണ്ടി ലെക്സോണിനാണ് എടുത്തതും. സോ അവിടെ തന്നെ നല്ല സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് കേട്ടതുകൊണ്ട് അവിടെ നിന്ന് എടുത്തത്. സോ ഇനി അവിടെ നിന്ന് സർവീസ് ചെയ്യുമ്പോൾ അറിയാം അവിടുത്തെ കാര്യങ്ങൾ. ഈ പുറമേ ഉള്ള തള്ളു മാത്രമേ ഉള്ളൂ, അതോ ഇനി ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആണോ അവർ ചെയ്യുന്നതെന്ന്. തേർഡ് സർവീസ്, അതായത് അടുത്ത സർവീസ് പെയ്ഡാണ്. ഇവിടെ എന്തോ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അത് അത്യാവശ്യം മര്യാദയ്ക്ക് തന്നെയാണ് ഒതുക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ സർവീസിന്റെ കാര്യം നമുക്കിനി തേർഡ് സർവീസ് പെയ്ഡ് സർവീസ്, അതായത് എഞ്ചിൻ ഓയിൽ മാറേണ്ട സർവീസ് വരുമ്പോൾ ചെയ്യാം. പിന്നെ ഇതിനകത്ത് അത് നെഗറ്റീവായിട്ട് ഉടനെ പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സർവീസ് ഹ്യുണ്ടായി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹ്യുണ്ടായി തന്നെയാണ് കേട്ടോ ബെറ്റർ. അത് ഞാൻ പറയാം, അത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഹ്യുണ്ടായി തന്നെയാണ് ബെറ്റർ സർവീസിന്റെ കാര്യത്തിൽ. പിന്നെ വേറെന്താ, ഇതിന്റെ ആ ഒരു ചെറിയ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിന്. അത്യാവശ്യം നല്ല സ്പീഡ് കയറുമ്പോൾ അത് നമുക്ക് ഓടിക്കുന്നവർക്കോ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കോ അറിയത്തില്ല. അപ്പൊ എനിക്ക് ഈ വണ്ടിയുടെ അത്ര ഞാൻ സൂക്ഷ്മമായിട്ട് നോക്കുന്നതുകൊണ്ട് മാത്രം എനിക്ക് ചില സമയത്ത് ആ ഒരു നല്ല ഓവർ സ്പീഡ് കയറി കഴിയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പോലെ അവിടെ ഇവിടെയൊക്കെ യാത്ര ചെയ്യുന്നത് ഒട്ടും അറിയത്തില്ല കേട്ടോ. പാസഞ്ചേഴ്സ് തീരെ അറിയത്തില്ല. പക്ഷെ ഡ്രൈവർ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്താ ഡോറിന്റെ സൈഡിലോ അവിടെ ഡീസൽ വണ്ടിക്കകത്ത് വരുന്നതാണെന്നാണ് ഞാൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ പറഞ്ഞത്. സോ അത് വലിയൊരു വറിയ ചെയ്യാനുള്ള കാര്യമില്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ടാറ്റയുടെ പ്രശ്നമൊന്നുമില്ല. മെയിനായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്ന സർവീസ് ആയിരിക്കുമല്ലോ. സർവീസ് ഇപ്പോൾ ഉടനെ അങ്ങനെ ഒരു മാക്സിമം 2 to 3 months അതിനകത്ത് ചെയ്തേ പറ്റുമോ നമുക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ച കിലോമീറ്റർ ആവും. അത് ചെയ്തിട്ട് ഫുൾ സർവീസിന്റെ റിവ്യൂ മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുത്തേ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കൊച്ചു പോരായ്മകളുണ്ട്, എങ്കിലും ആസ് എ ഡീസൽ യൂസർ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല പെർഫോമൻസും കാര്യങ്ങളും മൈലേജ് എല്ലാം തരുന്നുണ്ട്. ഈ പറഞ്ഞ ഫിറ്റ് ആൻഡ് ഫിനിഷ് അത്ര പോരാ. പിന്നെ അവിടെ എവിടെയൊക്കെ കൊച്ചു പോരായ്മകൾ. അപ്പോൾ ടാറ്റയുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഫസ്റ്റ് ഇതിന്റെ ഒരു ഡ്രൈവ് റിവ്യൂ ഓൾറെഡി യൂട്യൂബ് ചാനൽ ചെയ്തായിരുന്നു. അപ്പൊ ഡ്രൈവിനെ പറ്റി കാര്യങ്ങളും വണ്ടി ഏകദേശം ഇതുപോലെ റിവ്യൂ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ടാറ്റ എടുത്തു എന്നൊരു ഹൈലൈറ്റ് കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ സർവീസിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ പേടി. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ഇപ്പൊ ഏത് ബ്രാൻഡ് ആയാലും അത്യാവശ്യം കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ മിക്കവാറും എല്ലാ ബ്രാൻഡിനും ഇപ്പോൾ ഉണ്ട്. എല്ലാം എന്ന് പറയത്തില്ല, ചിലപ്പോൾ ചെറിയ കംപ്ലൈന്റുകളായിരിക്കാം, ചിലപ്പോൾ വലിയ കംപ്ലൈന്റുകളായിരിക്കും. എല്ലാ വണ്ടിയും കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. പക്ഷെ ടാറ്റ ഇത്രയും ആൾക്കാർ ചൂസ് ചെയ്യാൻ പേടിക്കുന്നതിന്റെ കാരണം അവരുടെ സർവീസ് തന്നെ. ഇവര് സർവീസ് അറ്റ്ലീസ്റ്റ് ഒരു 50% കൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഇവരുടെ സെയിൽസ് ഒന്നും ആയിരിക്കത്തില്ല. 90 ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്ത് പോലും എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, എടാ ഇതിന് സർവീസ് കൊള്ളത്തില്ല, വെറുതെ കൊണ്ട് തല വെക്കണ്ട, പിന്നെ നമ്മൾ അവരുടെ പുറകെ നടക്കേണ്ടി വരും എന്നൊക്കെ. കാരണം അത്രത്തോളം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ടാറ്റയുടെ സർവീസിനെ പറ്റി നമ്മുടെ നാട്ടില്. അത് ഒത്തിരിയൊക്കെ കറക്റ്റുമാണ് കേട്ടോ, ഒത്തിരിയൊക്കെ കറക്റ്റാണ്. ഒരു 60-70% കറക്റ്റാണ്. ഇനി എന്റെ കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ സർവീസിന് കൊടുക്കുമ്പോൾ അറിയാം. ലെക്സോൺ ടാറ്റയിലാണ് സർവീസിന് തന്നെ കൊടുക്കത്തുള്ളൂ, അവിടുന്ന് വണ്ടി എടുത്തേ. സോ സർവീസിന്റെ റിവ്യൂ ഉടനെ തന്നെ ആ ഒരു 2 മാസം കൊടുത്തതിന് ശേഷം നമ്മുടെ റിവ്യൂ ആണല്ലോ നമ്മളിവിടെ ഇടുന്നതായിരിക്കും. വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാം പറഞ്ഞു, എല്ലാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ. ബേസിക്കലി എനിക്ക് ഈ വണ്ടി ഇപ്പോൾ ഓക്കെയാണ്. ഈ സർവീസിന്റെ കാര്യവും അതാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെ നമുക്ക് ഓടിച്ചും കണ്ടറിയാം. കണ്ടു തന്നെ അറിയാമെന്ന് പറയാൻ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.